അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുകയാണ്. അമ്മ മാതാവിലൂടെ ഈശോ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ നന്മകൾ ചെയ്തിട്ടുണ്ട്. 2023 നവംബറിലാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വന്നത്. ഞങ്ങൾ 2018 കാനഡയ്ക്ക് പോകുന്നത്. ഉടമ്പടി എടുക്കുന്ന വരെയുള്ള 5 വർഷങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. എവിടെ പോയാലും ഞങ്ങൾ പഠിച്ചതനുസരിച്ച് ജോലി കിട്ടാറില്ല. പിന്നെ ജോലി കിട്ടിയാലും അവിടെയൊക്കെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. അങ്ങനെ ഞങ്ങളുടെ 2-3 ഫ്രണ്ട്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത കാര്യം അറിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ച് കാനഡയിൽ നവംബർ ലാസ്റ്റോടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്യുന്ന ചില കവിതയുടെ ജോലി സ്ഥലത്ത് ഉടമ്പടി ഒപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എനിക്ക് നല്ലൊരു സ്ഥലത്തേക്ക് ജോലി മാറ്റിത്തരണമെന്ന്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ മാതാവ് കവിതയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു സ്ഥാപനം കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ബ്രൗൺ ബ്രിക്സൊക്കെ ഉള്ളൊരു സ്ഥാപനം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് ജോലിക്ക് അപ്ലൈ ചെയ്തു. അവർ ഓൺലൈനിൽ വന്ന് ഇൻ്റർവ്യൂ നടത്തി കവിതയെ സെലക്ട് ചെയ്ത് കവിത അവിടെ എത്തിയ ആ സ്ഥാപനം കാണുമ്പോഴാണ് അത്ഭുതം മനസ്സിലാകുന്നത്. അമ്മ മാതാവ് സ്വപ്നത്തിൽ കാണിച്ച ആ സ്ഥാപനം തന്നെയായിരുന്നു കവിതയ്ക്ക് ജോലി കിട്ടിയത്. കവിതയ്ക്ക് ജോലി കിട്ടി. ഞങ്ങളവിടെ നിന്ന് മൂവ് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നു. 18-ാം തീയതി ഞങ്ങൾക്ക് ജോയിൻ ചെയ്യണം. ഞങ്ങൾക്ക് അവിടെ അപ്പാർട്ട്മെൻറ്റ് റെഡി ആയിട്ടില്ല. ഏകദേശം ഞങ്ങൾ താമസിക്കുന്നിടത്ത് 1200 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വേണം അവിടെ എത്താൻ വേണ്ടി. ഞങ്ങൾ പല സ്ഥലത്തും ട്രൈ ചെയ്തു ഒരു അപ്പാർട്ട്മെൻറ്റിന് വേണ്ടി. മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം വേറെ ഒരു അപ്ഡേഷനൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചു. ഏതായാലും മാതാവ് തന്ന ജോലിയല്ലേ പോയേക്കാമെന്നോർത്ത് ഞങ്ങൾ വണ്ടി എടുത്ത് പോകാൻ പ്ലാൻ ചെയ്തതിൻ്റെ ഒരു ദിവസം രാവിലെ 10 മണിക്ക് പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടത്. 10 മണിക്ക് പോയിട്ട് അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ ഏകദേശം ഒരു 15 ദിവസം ഹോട്ടലിൽ താമസിക്കാം. 1-ാം തീയതി ഞങ്ങൾക്കുള്ള അപ്പാർട്ട്മെൻറ്റ് റെഡി ആയി കിട്ടുള്ളൂ എന്ന് ഞങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ശരി, ഏതായാലും ഉടമ്പടിയിലുള്ളതല്ലേ, ധൈര്യമായിട്ട് അങ്ങ് ഇറങ്ങി എന്നുള്ള പ്ലാനിലങ്ങോട്ട് ഇറങ്ങാൻ പ്ലാൻ ചെയ്തതിൻ്റെ രാത്രി ഞങ്ങൾക്ക് മെസ്സേജ് വരികയാണ്. പിറ്റേ ദിവസം രാവിലെ സ്നോ സ്റ്റോമാണ്. രാവിലെ 8 മണിയാകുമ്പോൾ സ്നോ സ്റ്റോമുണ്ട്. അതുകൊണ്ട് ട്രാവൽ പ്ലാനുള്ളവർ നേരത്തെ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അതനുസരിച്ച് ഞങ്ങൾ രാവിലെ 4 മണിക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്താറാകുമ്പോൾ ഞങ്ങൾക്ക് അടുത്ത മെസ്സേജ് വരുവാണ്, നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് റെഡി ആയിട്ടുണ്ട്, വന്ന് കീ വാങ്ങിക്കൊള്ളാൻ. അതുമാത്രമല്ല ഈ 15 ദിവസം നിങ്ങളതിന് റെൻറ്റ് പേ ചെയ്യേണ്ട. അത് കഴിഞ്ഞ് നമ്മുടെ കോൺട്രാക്ട് 1-ാം തീയതി മുതലാണ്. ഈ 1-ാം തീയതി മുതലുള്ള റെൻറ്റ് മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതിയെന്ന്. അത് സത്യം ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഞങ്ങൾ ഹോട്ടൽ വിളിച്ച് ബുക്ക് ചെയ്ത് എല്ലാം പ്ലാൻ ചെയ്ത് പോയതാണ്. അത് മാറിക്കിട്ടി. ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലെത്തി. കവിത ജോലിക്ക് ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത സംഭവം ഉണ്ടായി. കവിത വൊമിറ്റ് ചെയ്തു. സാധാരണ കവിത വൊമിറ്റ് ചെയ്തുള്ള അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞങ്ങളുടെ ഉടമ്പടിയിലെ ഞങ്ങളുടെ ഒരു നിയോഗം കൂടിയായിരുന്നു, ഞങ്ങൾക്കൊരു ആൺകുട്ടി കൂടെ വേണം, ആന്റണി. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പം പ്രാർത്ഥനകളും ഉടമ്പടി വസ്തുക്കളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ അടുത്ത പ്രശ്നം, കവിത പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത 8 മാസം കവിത ഹോസ്പിറ്റലായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ജോലിക്ക് പോകാൻ പറ്റില്ല, പിള്ളേരെ നോക്കണം. അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ പ്രശ്നത്തിലാകും. പിന്നെ ഞങ്ങൾ ഇൻഷുറൻസ്, ഞങ്ങൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ എക്സ്പെൻസീവ് ആണ്. പിന്നെ കവിതയ്ക്ക് എല്ലാ കോംപ്ലിക്കേഷൻ ഉണ്ട്. BP ഉണ്ടാവും, ജസ്റ്റേഷൻ ഡയബറ്റിക്സ് ഉണ്ടാവും, അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പം ഏതായാലും അപ്പോഴും ഞങ്ങൾക്കൊരു ധൈര്യം, ഞങ്ങൾ ഉടമ്പടിയിലല്ലേ എന്നുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒറ്റ ഛർദ്ദിലൂടെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഡെലിവറി വരെ കവിത ഛർദ്ദിച്ചിട്ടുമില്ല. കവിതയ്ക്ക് കറക്റ്റായിട്ട് ജോലിക്ക് പോകാൻ പറ്റി. കവിതയുടെ 3 months ജോബ് ടൈം അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എംപ്ലോയർ തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന ലീവൊക്കെ എടുക്കാം, അത് ഫുൾ സാലറിയോടുകൂടെ. കാരണം അമ്മ മാതാവിൻ്റെ വലിയൊരു സപ്പോർട്ടാണ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ കാണാൻ തുടങ്ങിയത്. കാരണം കഴിഞ്ഞ 3 പ്രഗ്നൻസിയിലും എപ്പോഴും ഹോസ്പിറ്റലിൽ, എല്ലാ ആഴ്ചയിലും ഹോസ്പിറ്റലിൽ കൊണ്ട് ഈ അയൺ ഇൻഫ്യൂസ് ചെയ്യും, ഡ്രിപ്പ് ഇടും, അങ്ങനെ നടന്ന ഒരാൾ ഈ പ്രാവശ്യം എല്ലാ ഭക്ഷണവും കഴിച്ച് കറക്റ്റായിട്ട് ജോലിക്കും പോയി, ഫുൾ സാലറിയോടുകൂടെ കറക്റ്റായിട്ട് ഒരു കോംപ്ലിക്കേഷനിലാണ്, ഈവൻ ഇൻസുലിൻ പോലും എടുക്കേണ്ടതാണ് ഈ ബേബിനെ ഞങ്ങൾക്ക് മാതാവ് എത്തിച്ചു തരികയും ചെയ്തത്. അതേസമയം അതുപോലെ തന്നെ സാധാരണ എല്ലാ പ്രഗ്നൻസിയിലും ഞങ്ങളുടെ പേരൻസിനെ കൊണ്ടുപോകാൻ ട്രൈ ചെയ്യും, ഒരിക്കലും നടക്കാറില്ല. ഈ പ്രാവശ്യം ഞങ്ങൾ ട്രൈ ചെയ്തില്ല. കറക്റ്റായിട്ട് കവിത അമ്മച്ചി കവിത ഹോസ്പിറ്റലായ സമയത്ത് കാനഡയിൽ എത്തുകയും എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുകയും ചെയ്തിട്ടുണ്ട്. അതും വലിയൊരു അത്ഭുതമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ അടുത്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ കവിത മെറ്റേണിറ്റി കഴിയുമ്പം എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സെയിൽസ് പ്രൊഫഷണലാണ്. 5 വർഷമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് സെയിൽസിൽ ജോലി കിട്ടാറില്ല. ചെറിയ ജോലിയൊക്കെ ചെയ്യും, ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാനത് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓരോ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ആ ലേഡി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ജോസഫ് നീ ഇന്ന സ്ഥലത്തല്ലേ താമസിക്കുന്നത്, ആ സ്ഥലത്ത്
ഞങ്ങൾക്കൊരു വേക്കൻസി ഇല്ല, പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം തോന്നുകയാണ് അവിടെ വെച്ച് ബേസ് ചെയ്തിട്ടൊരു സെയിൽസ് ആണ് ഒരാളെ എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ നോക്കിയിരുന്നില്ല, ആ സ്ഥലത്തിൻ്റെ പേര് കണ്ടപ്പോഴത്തേക്ക് ഞാൻ നിന്നെ വിളിച്ചതാണ്. എനിക്ക് വലിയൊരു അത്ഭുതമായി തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് പല ജോലിക്കും ഞാൻ അപ്ലൈ ചെയ്തിട്ടും എന്നെ വിളിക്കാത്തവർ എന്നെ മാതാവ് എത്തിച്ച സ്ഥലത്തിൻ്റെ പേര് കണ്ട് എന്നെ വിളിച്ച് എനിക്ക് ജോലി തന്നു. ആ കമ്പനിയിൽ 3 മാസത്തിൽ അവിടുത്തെ ഏറ്റവും നല്ല എംപ്ലോയിക്കുള്ള അവാർഡ് ഞാൻ എനിക്ക് മാതാവ് എത്തിച്ചു തന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ആ കമ്പനിയിലെ കാനഡയിലെ ഏറ്റവും ബെസ്റ്റ് എംപ്ലോയി എന്നുള്ള അവാർഡും മാതാവ് എനിക്ക് വാങ്ങിത്തന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാവ് നമ്മളെത്ര ശക്തമായി ദൈവത്തോട് കൂടെ നിൽക്കുക, നമ്മുടെ ഉടമ്പടിയിൽ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുക, അതിനനുസരിച്ച് അത്രയ്ക്കും അതിൻ്റെ ഇരട്ടിയായിട്ട് മാതാവ് ഈശോയിൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിത്തരും. പിന്നെ ഇതുകൂടാണ്ട് കവിതയ്ക്ക് ഈ പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ തൈറോയ്ഡ് സ്റ്റോം എന്നൊരു കണ്ടീഷൻ വന്നു. തൈറോയ്ഡ് സ്റ്റോം എന്ന് വെച്ചാൽ ലൈഫ് ത്രെറ്റനിങ് ആണ്. ഏകദേശം ഹാർട്ട് റേറ്റ് 150ക്ക് മുകളിൽ പോവുക, ആ ഒരു കണ്ടീഷനായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു ഇനി ലൈഫ് ടൈം നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടി വരും എന്നൊരു സിറ്റുവേഷൻ പറഞ്ഞപ്പോഴത്തേക്ക് ആ ആഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ തൈറോയ്ഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കവിത പ്രാർത്ഥന ധ്യാനത്തിൽ കൂടി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സീനിയർ ഡോക്ടർ കവിത വിളിച്ചിട്ട് ചോദിച്ചു, കവിത ഇസ് വണ്ടർഫുൾ, താൻ ഇനി ലൈഫിൽ ഒരു മരുന്നും കഴിക്കേണ്ട തൈറോയ്ഡിന് വേണ്ടി. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഏബ്രഹാം എന്ന് പറഞ്ഞ ഞങ്ങളുടെ മൂത്ത മോൻ, അവന് ഹൈപ്പർ ആക്റ്റീവാണ്. അതിൻ്റെ ഉടനെ അവന് ഓട്ടിസത്തിൻ്റെ വൈഡ് സ്പെക്ട്രത്തിലും കൂടെ ഡോക്ടർക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പം സ്കൂളിൽ 1 മണിക്കൂർ അവൻ പോവുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞാൽ അവർ സ്പെഷ്യൽ വണ്ടിയിൽ തിരിച്ചു വിടും. അപ്പം അവനെ നോക്കാൻ വേണ്ടി ഒരാൾ എപ്പോഴും വീട്ടിലിരിക്കണം, ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഞങ്ങൾ വിളിച്ചു വെച്ചു, നിങ്ങൾ എന്ത് മാജിക്കാണ് വീട്ടിൽ കാണിച്ചേക്കുന്നത്? ഏബ്രഹാം ഇപ്പോൾ പറഞ്ഞതെല്ലാം കേൾക്കും, സ്കൂളിലെ ഏറ്റവും നല്ല സ്റ്റുഡൻസ് ഒരാളാണ്, അതുകൊണ്ട് നിങ്ങൾ ഫുൾ ടൈം അവന് സ്കൂളിൽ വിട്ടേക്കാൻ. പിന്നെ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിൽ കവിതയ്ക്ക് മാതാവിനെ കാണാൻ പറ്റിയിരുന്നു. പ്രാർത്ഥനയിൽ സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആൾക്കാരെ അവരുടെ ആവശ്യം അങ്ങോട്ട് ചോദിച്ചിട്ട് പോയി ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ പള്ളികളിലാണെങ്കിലും ചെയ്യേണ്ട നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം, അതുപോലെ നമ്മുടെ പേപ്പറുകൾ, ഉടമ്പടി വസ്തുക്കൾ, അത് ഞങ്ങളൊക്കെ പോക്കറ്റിൽ എപ്പോഴും ഉടമ്പടി കാശ് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. ആരെങ്കിലും കഷ്ടപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി നമ്മുടെ കാശ് എടുത്ത് കൈ കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറയും. അല്ലാണ്ട് ഫിനാൻഷ്യൽ ഹെൽപ്പ് വേണ്ടവരാണെങ്കിൽ അവരെ ഫിനാൻഷ്യലി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പ്രാർത്ഥനയ്ക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, അതിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥന ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ ഉടമ്പടി പത്രം ഷെയർ ചെയ്യാറുണ്ട്, അത് ഇംഗ്ലീഷിൽ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ ഫ്രഞ്ച് നമ്മുടെ ഫ്രഞ്ച് ലാംഗ്വേജ് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ഫ്രഞ്ചിൻ്റെ ഉടമ്പടി പത്രം വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, ദൈവം എപ്പോഴും നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്, നമ്മൾ അനുഗ്രഹം വാങ്ങാൻ തയ്യാറാണെന്നുള്ളതാണ്. ഈ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ട്രാൻസ്ഫോർമേഷനാണ്. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു, ഞങ്ങൾ മാറി അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാക്കി വെച്ചപ്പോൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മ മാതാവിലൂടെ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 89-ാം അധ്യായം 17 വാക്യങ്ങൾ. അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും, അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിൽക്കുന്നത്. കർത്താവാണ് ഞങ്ങളുടെ പരിച, ഇസ്രയേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജോസഫ് ഗ്രിഗറി കാനഡ തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾ ഇവിടെ വാക്കിൽ തന്നെ നമുക്കത് പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അത് പരിശുദ്ധമ്മയുടെ മുമ്പിൽ തങ്ങൾക്ക് കിട്ടിയ ആ ദൈവാനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് തങ്ങളുടെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. തങ്ങളായിരിക്കുന്നിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നല്ലൊരു ജോലി ലഭിച്ച് പോകണമെന്നുള്ള ആഗ്രഹം, അത് പരിശുദ്ധ അമ്മ സ്വപ്നത്തിലൂടെ ആണെങ്കിലും അടയാളത്തിലൂടെ ആണെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുവാനും അവിടെ ചെന്നപ്പോൾ എന്താണോ പരിശുദ്ധ അമ്മ നമുക്ക് ഇവർക്ക് സ്വപ്നത്തിലൂടെ കാട്ടിക്കൊടുത്തത്, അത് പൂർണ്ണമായിട്ടും അത് പരിശുദ്ധ ഇടപെടലിലൂടെ ഇവർക്ക് ജോലി ലഭിച്ചതാണെന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് നമുക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണെങ്കിലും 4ാമതൊരു മകന് ജന്മം കൊടുക്കുമ്പോൾ ഇതിനുമുമ്പുള്ള എല്ലാ പ്രസവ സമയത്തും അതിൻ്റെതായ നിരവധിയായ കോംപ്ലിക്കേഷനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 4ാമതൊരു കുഞ്ഞിനെ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും ആ കുഞ്ഞിന് ലഭിക്കുമ്പോഴും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹത്താൽ ആ മകന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബത്തിന് ഈ മകന് ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ടുകൾ അതുണ്ടായിരുന്നെങ്കിലും
ഉടമ്പടി നേർച്ച വസ്തുക്കളോട് ചേർന്ന് ഉറച്ച വിശ്വാസവും വിശ്വാസ പ്രമാണം ചൊല്ലിയ പ്രാർത്ഥനകളൊക്കെ തന്നെ ആ മകനെ പൂർണ്ണമായിട്ട് അവർക്ക് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അത് പൂർണ്ണമായിട്ട് അത് മാറ്റിയെടുക്കുവാനും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണയിൽ ആ കുഞ്ഞുങ്ങൾ എപ്രകാരമാണോ സ്കൂളിൽ നിന്ന് ചോദിക്കുന്ന പോലെ എന്തത്ഭുതമാണ് നിങ്ങൾ ഇവനിൽ പ്രവർത്തിച്ചത്, ആ ഒരു ചോദിക്കാൻ തന്നെ കാരണമായത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം തന്നെയാണ്. അത് പരിശുദ്ധമാർക്ക് വലിയ അനുഗ്രഹങ്ങളായിട്ട് ആ കുറവിനെ എടുത്ത് മാറ്റി അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജോസഫ് ഗ്രിഗറിയുടെ ആണെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും മറ്റു പുതിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് പുതിയൊരു വേക്കൻസി വരികയും ആ വർഷം തന്നെ ആ ഒരു തസ്തികയിൽ പുതിയൊരു ആ മേഖലയിൽ അത് ഇന്നുവരെ ഇല്ലാത്ത സ്ഥലത്ത് അതൊരു തുടങ്ങുകയും അതിനോട് ചേർന്നുകൊണ്ട് വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മ ഈ കുടുംബത്തെ നൽകി അനുഗ്രഹിക്കുക ചെയ്തത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുന്നത് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ജീവിക്കാനെടുത്ത തീരുമാനം തന്നെയാണ്. ഈ വാക്യത്തിനൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹങ്ങൾ നൽകാനായിട്ട് റെഡിയാണ്, പക്ഷെ അതിനോട് ചേർന്നുകൊണ്ട് എൻ്റെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള തങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതവും വിശ്വാസവും കൂടി തന്നെയാണ്. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഇനി ഇവരെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലും എന്തെല്ലാം നിയമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആയിരിക്കുക, ഇവിടെ പരിശുദ്ധ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നമ്മളെയും ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.